ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രീൻ്റെ ട്രക്ക് ചെയ്ത് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി ജല്ലു വാട്ടർഫാൾസാണ്. പോയി ഒന്ന് നീന്തിയിട്ട് വരാം. ട്രീയുണ്ട് എന്ന് പറയുന്നത് അതായത് ഈ സൈഡിലേക്കാണ്. അങ്ങോട്ടേക്ക് പോയാൽ ട്രീയുണ്ട്. നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജല്ലു വാട്ടർഫാൾസ്. നമ്മൾ ജല്ലു വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. ജല്ലു വാട്ടർഫാൾസിൽ ഒരാളടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വെള്ളം ഉണ്ട് എന്ന്. മറ്റേ ആളടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വെള്ളമില്ല. വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല. നമ്മൾ മേലേക്ക് ട്രക്ക് ചെയ്ത് കയറുന്ന സമയത്ത് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഇനി ഇവിടെ പോയി നോക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നടക്കാനുണ്ട്, ട്രക്ക് ചെയ്യാണ്ട്. ട്രക്ക് ചെയ്താലാണ് ജല്ലു വാട്ടർഫാൾസിലേക്ക് എത്തുക. അവിടെ എത്തിയിട്ട് നോക്കാം വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഗൈസ്, വേ ടു വാട്ടർഫാൾ. ഇതിലെങ്ങനെ ഇറങ്ങി പോകണം. ഈ റോഡ് കുറച്ചും കൂടിയും ഒരു ചെറിയ സ്റ്റീപ്പാണ്. രണ്ട് കഴുതകളാണ് മുന്നിലുള്ളത്. ഒന്നതവിടെ ഒന്നതവിടെ, രണ്ട് കഴുതകൾ. ഈ റൂട്ട് കുറച്ചും കൂടി അടിപൊളിയാട്ടോ. ഒരു ചെറിയ ഇടുങ്ങിയ വഴി, പക്ഷെ അപ്പുറമൊക്കെ ഫുൾ മതിലും ഇവിടെ കോവർ കഴുതയാടാ. എന്നിട്ട് ഈ അപ്പുറം ഫുൾ മരങ്ങളും കാര്യങ്ങളും, ചെറിയൊരു വഴി. ഇത് മറ്റേത് പിന്നെ ഒരു സ്റ്റെപ്പ് വൈബാണ്. കല്ലും കാര്യങ്ങളും വെച്ചിട്ട് ഒരു വഴി വാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ഇടുങ്ങിയ വഴി, നമ്മൾ പുതിയ ഉണ്ടാക്കി പോണ വഴിമാതിരി ഒരു ട്രക്കിംഗ് വൈബ് കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷെ ഇത് വലിയ സ്റ്റീപ്പും കാര്യങ്ങളും. മറ്റേത് നല്ല വലിഞ്ഞ് കയറാണ്ട്. ട്രെയിനുണ്ട് ട്രക്ക് നല്ല വലിഞ്ഞ് കയറാണ്ട്. ഇത് ഇങ്ങനെ പരന്ന് നേരെയുള്ളൊരു പാത. സത്യം പറഞ്ഞാൽ താജിവ് വന്നത് ട്രെയിനിൽ ട്രക്ക് ചെയ്യാൻ വേണ്ടിയില്ല. ഞാൻ വന്നത് വെള്ളച്ചാട്ടം കാണാം. വെള്ളച്ചാട്ടത്തിൽ നീന്താൻ വേണ്ടി വന്ന. അപ്പോൾ കാര്യം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എത്തിയ ഒരു കഫേ അതിനോടനെ 2 വഴിയുണ്ട് ഇവിടെ. 2 വഴി. ഇതിൽ താഴെക്കൊണ്ട് മേലക്കൊണ്ട്. ജല്ലു വാട്ടർഫാളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേലത്തെ വഴിക്കാണ് പോകേണ്ടത്. ഇതിലൂടെ അങ്ങ് കയറുക. വഴിയും കാര്യങ്ങളും ഇതാണ് വഴി. ആരും വന്ന് ഒരു ട്രാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ കാട്ടിൽ കൂടി കയറി ഇറങ്ങി തന്നെ വേണം പോകാൻ. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഫുള്ള് കൊക്കയും കാര്യങ്ങളും. അത്യാവശ്യം ഒരു കാട്ടിനുള്ളിൽ കൂടി പോകുന്ന ഒരു അഡ്വഞ്ചർ ഫീല് ഇതിനുണ്ട്. കയറി ഇറങ്ങി ഇതിനെ താഴത്തെത്തണം. അവിടെയാണ് വാട്ടർഫാളും കാര്യങ്ങളൊക്കെ. ഇതാണ് ഗൈസ്. ഇനി ഇത് കുത്തനെ താഴേക്ക് ഇറങ്ങണം. അവിടെ ഇനി അതിന്ന് മേലേക്ക് കയറണം. എത്രത്തോളം ഡീപ്പ് നോക്കിക്കള്. ആ താഴെത്തി ഇനി കയറി അപ്പുറത്തേക്ക് പോകണം. അതാ പോകണുണ്ടോ, അടുത്ത് പോകണുണ്ടോ, അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഗൈസ് വന്നത് ഇവിടെ എന്തോ ഇടിഞ്ഞു വീണമാതിരിയൊക്കെ ഉണ്ട് സെറ്റപ്പ് കാണാൻ. എത്രത്തോളം താഴ്ച നോക്കിങ്ങള്. ഇവിടെ ഞാൻ ഉരുണ്ട് വീണാൽ താഴെ കൊക്കയിലെത്തിയിട്ട് കാണാം. നോക്കിങ്ങള് കിട്ടിയില്ല സ്പോട്ട്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആട്ടോ. വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ വഴിക്കൊന്ന് വന്ന് വെറുതെ നടന്നു നോക്കണം. ആ കാടും മലയും കയറി ഇറങ്ങി മറ്റേ ട്രീയുണ്ട് കുറച്ചും കൂടി ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത സ്ഥലം. ഇത് പിന്നെ ഒരു കാട്ടിനുള്ളിൽ കൂടി പോണ ഫീലുണ്ട്. ഗായ്സ്, വെള്ളമുണ്ട്. ഫൈനലി വെള്ളത്തിൻ്റെ സൗണ്ട് അതാ കുത്തി ഒലിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു പൊളിക്കും അല്ലേ ആദ്യമേ? ഫൈനലി ഗായ്സ് എത്തി നമ്മളെത്തി. ഇതാ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒച്ചവിളി. നമ്മൾ മറ്റോന് വെള്ളമില്ലാറിഞ്ഞപ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷയൊക്കെ പോയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയതോടുകൂടി നമ്മൾ ഫുള്ളോണാണ്. നമ്മളിതാ പോണ വഴിക്ക് തന്നെ ഇങ്ങനെ ചെറിയ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കണ്ടോ, കിട്ടില്ല വെള്ളച്ചാട്ടങ്ങളുണ്ട് പോണ വഴിക്ക് തന്നെ. ഇത് ഇങ്ങനെ നേരെ താഴത്തേക്കാണ് പോകുന്നത്. ഇത് മതി, നമുക്ക് ഇത്ര മതി, നമ്മൾ ഹാപ്പിയാ. അവിടെയാണ് വെള്ളച്ചാട്ടം വരുന്നത്. അവിടെ ആൾക്കാരെ കണ്ടോ, ആൾക്കാരൊക്കെ വെക്കുന്നത് ആ ഒരു ഏരിയയിലാണ് തോന്നുന്നത്. ഇറങ്ങാൻ പറ്റുമെന്നുള്ള അറിയില്ല. പോയേക്കാം നമുക്ക്. എന്തായാലും സ്പോട്ട് കിട്ടില്ല മക്കളെ. മസ്റ്റായിട്ട് വരിക. ഫൈനലി നമ്മൾ എത്തി. ഈ വെള്ളച്ചാട്ടം കാട്ടിത്തരാം. രക്ഷയില്ല. ഇവിടുന്ന് മോനെ ഒരു രക്ഷയില്ല. വെള്ളം നോക്കിങ്ങള്. എൻ്റെ അമ്മോ, ഏതാ ഇതെങ്ങാനും ഇവിടെ വന്ന് നോക്കിയില്ലെങ്കിണ്ടല്ലോ. ഏതാ സ്ഥലം കൂടി പറഞ്ഞ കൂടി പരിപാടി വേണം. ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നായി. വില കൂടുതലായിരിക്കും സ്വാഭാവികം. ഇവിടെ വരെ എത്തിക്കേണ്ട കൊണ്ട് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. വരെ എത്തിക്കേണ്ടതാണ് സാധനങ്ങൾ. അതിൻ്റെ ഒരു പൈസ എന്തായാലും ഒരു എടുക്കും. പക്ഷേ വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല. ഞാൻ അടുത്ത് വരും വെള്ളവും കാര്യങ്ങളും കാണിച്ചുതരാം. ഒരു രക്ഷയില്ല. കറക്റ്റ് ടൈമാണ്. ഈ ടൈമിൽ വന്ന് ഞങ്ങൾക്ക് ഒരു ഇടങ്ങാറില്ലാണ്ട് അടിച്ച് പൊളിച്ച് കണ്ട് കുളിച്ച് ട്രക്ക് ചെയ്ത് പോവാ. അത്യാവശ്യം കിട്ടില്ല സ്പോട്ടാണ് കളെ. ഇവിടെ വേറൊരു സാധനം കണ്ടത് ഓട്ടോമാറ്റിക് പൈപ്പ് കണ്ടോ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് കൈ കഴുകാനുള്ളത്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ കിട്ടിയില്ല സ്പോട്ട്. കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്പോട്ട്. ഒരു രക്ഷയില്ല. വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാണിച്ചില്ല. വെള്ളം എത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആണുള്ളത്. വെള്ളം നോക്കുക ഗൈസ്. വെള്ളം എത്രത്തോളം ക്ലിയർ അടി കാണാം. വെള്ളത്തിൻ്റെ അലവെള്ളം കിട്ടിയില്ല. വെള്ളം എന്താ രസം. വെള്ളമൊക്കെ ഒഴുകി ഒഴുകി പോകുന്നു. കിട്ടിയില്ല സ്പോട്ട്. നിങ്ങൾ നോക്കി എത്രത്തോളം ക്ലിയർ നോക്കി വെള്ളത്തിനുള്ളിൽ. വെള്ളങ്ങുന്നുണ്ടോ? കിട്ടിയില്ല സ്പോട്ട്. ഒരു രക്ഷയില്ല. എങ്ങനെ ഇപ്പൊ കടക്കുക? കിട്ടിയില്ല. പരിപാടി കുറച്ചൊന്ന് മല്ലിക്കെട്ട ഉണ്ട്, പക്ഷെ മുതലാണ് കേറി കഴിഞ്ഞാ. ഒരു രക്ഷയില്ല. ഇവിടെ താഴെ എവിടെയെങ്കിലും ചാടിയാലും മതി. പക്ഷെ അപ്പൊ കുറച്ച് കുത്തിക്കഴപ്പ് കൂടിയതായത് കൊണ്ട് നേരെ പോയോക്കട്ടെ. നോക്കി മക്കളെ, ഈ വെള്ളം കണ്ടതോടുകൂടി എവിടുന്നാ ഇല്ലാത്ത തരിപ്പ്. ഓൾറെഡി 1 കിലോമീറ്റർ 1 മണിക്കൂർ നടന്നിട്ടാ വരുന്നത്. ഇനി ഇതിന്റെ മേലേക്ക് വലിഞ്ഞ് കയറുകയും വേണം. കണ്ടോ ഒടുക്കത്തെ രസം. ഒരു രക്ഷയില്ല. വെള്ളത്തിന്റെ കളർ നോക്കി. വളരെ പെരുന്നാളപ്പാ, പെരുന്നാളപ്പ്. ആണ്ടോ അതായിരുന്നു ഗല്ലു വാട്ടർഫാൾസ്. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിട്ടിയില്ല സ്പോട്ട്. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല സ്പോട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്പോട്ട് കണ്ടുപിടിച്ചതും ഇങ്ങനെ സ്ഥലം ഉള്ളത് അറിഞ്ഞത് റീൽസ് വഴിയാണ്. ഞാൻ വെറുതെ ട്രിഗുണ്ട് വരികയാണെന്നുള്ള തീരുമാനിച്ചപ്പോൾ ഇവിടെ അടുത്ത എവിടെയെങ്കിലും വെള്ളച്ചാട്ടം ഉണ്ടോ നോക്കി. അപ്പോൾ ഒരു മണിക്കൂർ 45 മിനിറ്റ് to 1 മണിക്കൂറിൻ്റെ ഇടയിൽ ട്രയൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ട്രക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗല്ലു വാട്ടർഫാൾസ് പറഞ്ഞിട്ടൊരു വാട്ടർഫാളിന് മനസ്സിലായി. അങ്ങനെ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു വഴി, ആ ഒരു ട്രയൽസ്, അത്
അവിടെ മുതൽ പരിപാടി ശരിക്കും മൂടായിരുന്നു. ഒരു രക്ഷയില്ല. പക്ക ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ഫീല്. ട്രിയുണ്ടിലേക്ക് പിന്നെയും സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ സ്ഥിരമായി പോയി അവിടെ അത്യാവശ്യം ഇങ്ങനെ നമുക്ക് വഴിയാണെന്നുള്ള മനസ്സിലാവും. പക്ഷെ ഇത് പ്രോപ്പർ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന മാതിരിയുണ്ട്. എന്ത് രസറിയോ, വരുന്ന വഴി മുതലേ കിട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടുത്തെ വെള്ളം കണ്ടതോടുകൂടി ഞാൻ ഫ്ലാറ്റായി. എന്തൊരു തെളിച്ച ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടൊക്കെ എന്താ രസം കാണാൻ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാറ്റില്ല, അത് വേറെ. പെരും തണുപ്പ്, ഐസ് മരുത്ത് വെള്ളം, പെരും തണുപ്പ് പറഞ്ഞാൽ പെരും തണുപ്പ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ സൂര്യപ്രകാശമുള്ള സമയത്ത് തന്നെ വരാൻ നോക്കുക, അല്ലെങ്കിൽ പെടും. ഞാൻ പറയുമ്പോൾ ഒരു ദിവസം ട്രിയുണ്ടിന് വേണ്ടി മാറ്റിയേക്കുക, പിന്നെ ഒരു ദിവസം ഗല്ലു വാട്ടർഫാൾസിന് വേണ്ടി മാറ്റിയേക്കുക. രണ്ടും ഓരോ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ ഒരു രാവിലെ വന്നിട്ട് ആ ഒരു ഉച്ച ടൈമിൽ മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കയറി നിന്നിട്ട് വെയിലുള്ള ഒരു മണിക്കൂർ വെയിലുള്ള, ഇല്ലെങ്കിൽ മരവിച്ച് പോകും മൊത്തത്തിൽ. വെയിലുണ്ടിട്ട് എല്ലാം തിരിച്ച് കയറുക. ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് ട്രക്ക് ചെയ്ത് പുറത്തെത്തുന്നതായി സെറ്റ് ചെയ്യാം. ട്രിയുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ, അതിൻ്റെ ഒപ്പം എക്സ്പീരിയൻസ് ചെയ്യേണ്ട, മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഗല്ലു വാട്ടർഫാൾസ്. ട്രിയുണ്ടിലേക്ക് കയറുന്ന അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ അല്ല 1 മണിക്കൂർ ട്രക്ക് ചെയ്താൽ ഇവിടെ എത്തും. കിട്ടിയില്ല സ്പോട്ട്, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി ട്രിയുണ്ടിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഗല്ലു വാട്ടർഫാൾസാണ്. ഞാൻ റീൽസ് നോക്കിയിട്ട് പ്രതീക്ഷിച്ച് വന്നതിനെക്കാട്ടും 3 ഇരട്ടീൻ്റെ മേലെ കിട്ടില്ല സ്പോട്ട്. മസ്റ്റ് വരേണ്ട സ്ഥലം, വർത്തിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ദിവസം നല്ലൊരു ഡേറ്റ് കാണാം. ബൈ. ട്രിയുണ്ട് ട്രക്ക് ചെയ്ത് തളർന്നിട്ടാണെങ്കിലും അതല്ല ഗല്ലു വാട്ടർഫാൾസ് പോയി കഴിഞ്ഞ് തളർന്നിട്ടാണെങ്കിലും എനിക്ക് ഡിന്നറും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ വെജ്, നോൺ വെജ്, ഇന്ത്യൻ, ചൈനീസ് എല്ലാ തരത്തിലുള്ള ഐറ്റവും നമ്മളെ കബീർ ബയ്യൻ്റെ കടയിൽ കിട്ടും. ഗല്ലു വാട്ടർഫാളിൻ്റെ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഇനി ട്രിയുണ്ടെന്നാണ് വരുന്നത്, ട്രിയുണ്ട് വരുന്ന ഈ ഗല്ലു വാട്ടറിലേക്ക് കയറുന്ന വഴിക്ക് നമ്മളെ കബീർ ബയ്യൻ്റെ കടയിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കബീറ കഫേ ഗൈസ്, കബീറ കഫേ.